നമ്മളെ മൊബൈലിലുള്ള 2 ട്രിക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഫോണിന്റെ ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗത്ത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് വിഡ്ജറ്റ് എന്നുള്ള ഭാഗത്തേക്ക് പോവുക. വിഡ്ജറ്റിൽ ഗൂഗിൾ എടുക്കുക. താഴെ ഭാഗത്ത് ഗൂഗിൾ ഉണ്ടാവും, ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്താൽ അതിൻ്റെ ഒരു സെർച്ച് വിഡ്ജറ്റ് കാണും. ഒരു സെർച്ചിന്റെ നമ്മൾ സെർച്ച് ചെയ്യുന്ന അത് ലോങ് പ്രസ് ചെയ്തിട്ട് ഹോം സ്ക്രീനിൽ അവിടെ കൊണ്ടാക്കുക. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു ഭാഗത്ത് അവിടെ കൊണ്ടാക്കാം. അതിനുശേഷം ഗൂഗിളിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് മേലെ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്താൽ സെറ്റിങ്സ് ഉണ്ടാവും. താഴെ ആ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്ത് കുറച്ച് താഴേക്ക് പോയാൽ കസ്റ്റമൈസ് സെർച്ച് വിഡ്ജറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടോ. പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്യുക. അവിടെ അപ്ഡേറ്റ് എന്ന് കാണിക്കും, അപ്ഡേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ നോക്കിക്കോ, നമുക്ക് ഈ വിഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാം. കളർ അടിപൊളി കളർ, അല്ല അടിപൊളി കളറിൽ നമുക്ക് ആക്കാം. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കളറൊക്കെ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. അടുക്കട്ടെ. ഇനി ലേസം താഴെ ഭാഗത്ത് ഇവിടെ കുറച്ച് ഐക്കണുകളില്ലേ, അതിൻ്റെ കൂടെ ഒരു ഷോർട്ട് കട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതെന്താ നോക്കുക. ഈ പ്ലസ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കണ്ടോ, ട്രാൻസ്ലേറ്റ് സോങ് സെർച്ച്. ഇപ്പൊ നമ്മൾ സോങ് സെർച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിഡ്ജറ്റിൽ സോങ് സെർച്ചിന്റെ ഐക്കൺ കൂടി വരും. അതുപോലെ നമുക്ക് എന്താണോ ഉപകാരമുള്ളത് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ട്രാൻസ്ലേറ്റ് ഒക്കെ ആഡ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞുകൂടാത്ത വാക്കുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സുഖമാണ്. ഞാൻ ആഡ് ചെയ്ത് കാണിച്ചത്. ഞാൻ ഇപ്പൊ ട്രാൻസ്ലേറ്റ് സെലക്ട് ചെയ്ത് എന്നിട്ട് അവിടെ സേവ് ആക്കുക. അത് ഇനി നമ്മൾ ബാക്ക് വരിക. സെർച്ച് വിഡ്ജറ്റിന്റെ കളർ മാറി അവിടെ ട്രാൻസ്ലേറ്റ് വന്ന് ഈ ട്രാൻസ്ലേറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ പോവാം. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വാക്കുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ അതിലേക്ക് എത്താം. ഇനിയിപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ ഒരുപാട് വരുന്നത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പിൻ്റെ ആണെങ്കിൽ ഇല്ലെങ്കിൽ ശല്യമുള്ളതാവുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓഫായി കളയും. അങ്ങനെ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ആപ്പിൽ നിന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും കിട്ടില്ല. അതിന് പകരം നമുക്ക് നോട്ടിഫിക്കേഷനും കസ്റ്റമൈസ് ചെയ്യാം. എങ്ങനെ, നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മാത്രം വരുന്ന രീതിയിൽ. ഇപ്പോൾ ക്രോമിലെ സൈറ്റുകളെ നോട്ടിഫിക്കേഷൻ, അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പം ഒരു ഉദാഹരണത്തിന് വാട്സപ്പ് ആയിക്കോട്ടെ. വാട്സപ്പിന്റെ ഐക്കണിൽ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ ഓപ്ഷനുകൾ വരും. അതിന്റെ കൂട്ടത്തിൽ ആപ്പ് ഇൻഫോ എന്ന് കാണും. ചില ഫോണിൽ ഐ ബട്ടൺ ഉണ്ടാകുക, ചിലതിൽ ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻഫോയിലേക്ക് പോവുക. ഇൻഫോ പേജിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു ഉദാഹരണമാണ്, എല്ലാ ആപ്പിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കസ്റ്റമൈസ് ചെയ്യാം. എല്ലാ രീതിയിലുള്ള നോട്ടിഫിക്കേഷനും ഇതിലെ കാണിക്കും. അതിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏതാണോ അതങ്ങ് ഓഫായി കളയാം. ഇപ്പോൾ ഫെയിലിയർ നോട്ടിഫിക്കേഷൻ, മീഡിയ പ്ലേ ബാക്ക് നോട്ടിഫിക്കേഷൻ, ഇതൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഏത് നോട്ടിഫിക്കേഷനാണോ നമുക്ക് ആവശ്യമില്ലാത്തത് അതങ്ങ് ഓഫാക്കി കളയാം. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വരികയില്ല. ഇതൊന്നും പോരാണ്ട് നമ്മൾ ഏത് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത് അതിൻ്റെ ആപ്പിൻ്റെ സെറ്റിങ്സ് പോയിട്ട് വേണമെങ്കിൽ ഇവിടെ അഡീഷണൽ സെറ്റിങ്സ് ഇൻ ദി ആപ്പ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മാത്രം വെച്ച് ബാക്കിയൊക്കെ ഓഫാക്കാം. സംഭവം എങ്ങനെയാണ്, അത് നല്ല ഉപകാരമുള്ള ഫീച്ചറാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കും. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തുസ്മാപ്പിക്കും. താങ്ക് യു സോ മച്ച്.